എറണാകുളത്തിൻ്റെ പ്രീമിയം ലൊക്കേഷനായ ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തുള്ള കുഴുവേലിപ്പടി എന്ന ലൊക്കേഷനിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എലഗൻ ടച്ചിൽ വളരെ മനോഹരമായ ടി വി യൂണിറ്റോട് കൂടിയുള്ള ഒരു വ്യത്യസ്തമായ ഡിസൈനിൽ ഉള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ്, നല്ലൊരു വൈബ്രൻറ്റ് ഫീലിംഗ് ആണ് നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ കിട്ടുന്നത്. എൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ നല്ലൊരു വലിയൊരു കിണറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനെല്ലാം നല്ലൊരു അവൈലബിലിറ്റി ഉള്ള ഏരിയ ആണ് ഇത്. ഫ്രണ്ട് പോർഷൻ നല്ലൊരു വഴിയോട് കൂടിയുള്ള ഒരു വില്ല പ്രൊജക്റ്റാണിത്. കൂടാതെ അതിന് ഈ ഒരു എൻഡിലായിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസും ബാക്കിലായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പുതുപുത്തൻ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മാഞ്ഞാൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ കാക്കനാട് കുഴുവേലിപ്പടി എന്ന ലൊക്കേഷനിലാണ്. അവിടെ 2100 സ്ക്വയർ ഫീറ്റിൽ 4.100 സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു 3 BHK വില്ലയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു വഴിയോട് കൂടി, ഈ ഒരു ഫ്രണ്ട് പോർഷൻ നല്ലൊരു വഴിയോട് കൂടിയുള്ള ഒരു വില്ല പ്രൊജക്റ്റാണിത്. കൂടാതെ അതിന് ഈ ഒരു എൻഡിലായിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസും തൊട്ട് ബാക്കിലായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൽ GI ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോമ്പൗണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കലപ്പാക്കലിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസോട് കൂടിയുള്ള ഫ്ലോറിംഗ് നൽകിയിരിക്കുന്നു. കൂടാതെ ഇവിടെ ഗാർഡനിങ് ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഒരു എലഗൻ സ്റ്റൈലിൽ നല്ലൊരു മനോഹരമായ ഒരു കണ്ടംപററി ലുക്കിലുള്ള ഒരു വില്ല തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. വലിയൊരു കാർ പോർച്ച് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വലിയൊരു വാഹനം നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. കൂടാതെ എൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ നല്ലൊരു വലിയൊരു കിണറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിനെല്ലാം നല്ലൊരു അവൈലബിലിറ്റി ഉള്ള ഏരിയ ആണ് ഇത്. സോ ഇത്രയുമാണ് ഇതിൻ്റെ കോമ്പൗണ്ടിലെ വിശേഷങ്ങൾ. അടുത്തതായി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം. സിറ്റ് ഔട്ട് ഏരിയ സ്പേസിൽ നിന്നും ഞാൻ ഈ കയറുന്നത് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. അതിവിശാലമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. എലഗൻ ടച്ചിൽ വളരെ മനോഹരമായ ടി വി യൂണിറ്റോട് കൂടിയുള്ള ഒരു വ്യത്യസ്തമായ ഡിസൈനിൽ ഉള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ്, നല്ലൊരു വൈബ്രൻറ്റ് ഫീലിംഗ് ആണ് നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ കിട്ടുന്നത്. നല്ലൊരു ആംബിയൻ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഈ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നല്ലൊരു ഫ്രെയിം വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഞാനിപ്പോൾ കയറി വന്നിട്ടുള്ളത്. വലിയൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും നല്ലൊരു സ്റ്റോറേജ് ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം. കൂടാതെ ഇതിൻ്റെ ഒരു വാഷ് ഏരിയ യൂണിറ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതിൻ്റെ വാഷ് ഏരിയ യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വാഷ് ഏരിയ യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ഒരു ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മോഡുലാർ ഡിസൈനിൽ കിച്ചൺ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഡിസൈൻ വർക്കുകളെല്ലാം അതിമനോഹരമാണ്. മനോഹരമായ ഡിസൈൻ സ്ട്രക്ചറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളും എല്ലാം അതിവിശാലമായ ഒരു കിച്ചൺ ഏരിയ സ്പേസും നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുള്ള വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. ഇവിടെ ഒരു വാർഡ്രോബ് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. കൂടാതെ ഇതിന് തൊട്ട് ചേർന്ന് തന്നെയായിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി കിട്ടുന്നുണ്ട്. ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മറ്റു ബെഡ്റൂമിനെ സംബന്ധിച്ച് അത്രയും വലിപ്പമില്ല എങ്കിൽ പോലും വാർഡ്രോബോട് കൂടി അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസോട് കൂടിയാണ് ഈ ഫസ്റ്റ് ഫ്ലോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നല്ലൊരു പരിക്കോള സ്പേസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നല്ല ആംബിയൻ ലൈറ്റുകളും കൂടാതെ എല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായ ലിവിംഗ് ഏരിയ സ്പേസ് ആണ്. ഇതിൻ്റെ ഹാൻഡ് റെയിലിന് ഉപയോഗിച്ചിരിക്കുന്നത് പ്യുവർ വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡും സ്റ്റീലും കോമ്പിനേഷനിലാണ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സൈഡിൽ ചെറിയൊരു ഓഫീസ് ടേബിളും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു മൾട്ടിവുഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഈ ഒരു ലിവിംഗ് ഏരിയയുടെ കൂടെ തന്നെയുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. വിശാലമായ ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. വാൾപേപ്പർ എല്ലാം നൽകിക്കൊണ്ട് മനോഹരമായി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റ് കൂടി കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയും വരുന്നുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഒരു വിശാലമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സോ അടുത്തത് നമ്മൾ ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. നല്ലൊരു വലിപ്പം ഫീൽ ചെയ്യുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഒരു സൈഡിലാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്.
കൂടാതെ അതിന് തൊട്ട് ചേർന്ന് തന്നെയായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു സൈഡിലും നമുക്ക് ലഭിക്കുന്നു. അടുത്തതായി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാട്ടർ ഫെസിലിറ്റിയോട് കൂടി ഒരു യൂട്ടിലിറ്റി ഏരിയ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. സോ അവസാനമായി ഈ വീടിൻ്റെ വിശാലമായ ഒരു ബാൽക്കണി ഏരിയ സ്പേസിലേക്കാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബാൽക്കണി ഏരിയ, നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് അതിനായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അതിന് ഹാൻഡ് റെയിൽ ആണെങ്കിൽ ഗ്ലാസ് സ്റ്റീൽ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂസും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ബാൽക്കണി ഏരിയ സ്പേസ് ആണ് ഇതിനായി ചൂസ് ചെയ്തിട്ട് ഇരിക്കുന്നത്. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. 4.100 സെൻറ്റ് പ്ലോട്ടിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 3 BHK പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എറണാകുളത്തിൻ്റെ പ്രീമിയം ലൊക്കേഷനായ ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തുള്ള കുഴുവേലിപ്പടി എന്ന ലൊക്കേഷനിലാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 95 lakhs ആണ്. വില നെഗോഷ്യബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഹോം ലോൺ സൗകര്യത്തോടു കൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. സോ സൈറ്റ് വിസിറ്റുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.